ഹായ് ഫ്രണ്ട്സ്, ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു സൈലൻറ്റ് കില്ലറിനെ കുറിച്ച്, നിശബ്ദനായ കൊലയാളിയെക്കുറിച്ച്, ക്രോണിക് ഇൻഫ്ലമേഷൻ. ഈ ക്രോണിക് ഇൻഫ്ലമേഷന് ആയുർവേദത്തിൽ പറയുന്ന പേരാണ് ആമ. ഈ ആമം എങ്ങനെയാണ് ശരീരത്തിൽ ഉണ്ടാകും എന്നുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ശരിയായ രൂപത്തിൽ ദഹിച്ചു കഴിഞ്ഞാൽ ശരിക്കും രണ്ടായി തിരിയണമല്ലോ, പോഷകാംശം മലാംശമായിട്ട്. ഈ ദഹനം പൂർണ്ണമായ രീതിയിൽ നടന്നിട്ടില്ലെങ്കിൽ അവിടെ ഒരു മെറ്റീരിയൽ ഉണ്ടാകുന്നു, അതാണ് ആമം എന്ന് പറയാം. ശരീരത്തിലേക്ക് വലിച്ചെടുക്കില്ല, പോഷകാംശമായിട്ട് വലിച്ചെടുക്കില്ല, അതെന്തല്ല മലാംശമായിട്ട് പുറം തള്ളില്ല. അങ്ങനെ ഈ ഒരു അവസ്ഥയാണ് ആമം എന്ന് പറയാം. ഈ ആമം ഈ അവസ്ഥ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ച് കാലം ഈ കുടൽ കെട്ടിക്കിടക്കുകയും എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ നേരെ വലിച്ചെടുത്ത് സർക്കുലേഷനിലേക്ക് കളയും. അതായത് മറ്റു ഭാഗത്തേക്ക് ലിവർ ത്രൂ എന്ത് ചെയ്യും, ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. ഈ ആമം സർക്കുലേഷനിലൂടെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്നതോടുകൂടി അവിടെയുള്ള സന്ധികളിൽ, അവിടെയുള്ള രക്തക്കുഴലുകളിൽ തന്നെ എല്ലായിടത്തും ഈ ആമം എത്തുകയും അവിടെ ഒരു ആമശോഫം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. അതിനാണ് പറയാം ക്രോണിക് ഇൻഫ്ലമേഷൻ. ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ, ഈ ആമശോഫമാണ് സത്യത്തിൽ എല്ലാ അസുഖങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത്. ആമം ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ ആഹാരമാണ്, ദഹനക്കേടാണ്. 2 ഉറക്കമില്ലായ്മയാണ്. പലപ്പോഴും ഉറങ്ങാതെ രാത്രി കൃത്യമായി ഉറങ്ങിയിട്ടില്ലെങ്കിൽ ആമം രൂപപ്പെട്ടു വരും. 3ാമത്തേത് ശരിയായ രീതിയിൽ വ്യായാമം ചെയ്യാത്ത ആളുകൾക്ക് ഇതേപോലത്തെ ആമം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ 4ാമത്തേത് സ്ട്രെസ്സാണ്, മാനസിക സമ്മർദ്ദമാണ്. ഇത് പലപ്പോഴും ആമം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ആമത്തെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ ഒരു അവസ്ഥയെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.